ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പം നമുക്കൊന്നൊരു കുഞ്ഞിക്കുട്ടി വീഡിയോ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്റ് സാൻസവേരിയ എന്ന് പറയും. സാൻസവേരിയയുടെ വെറൈറ്റിയാണ് സിലിണ്ട്രിക്ക. നല്ല ഗ്രീൻ ആയിട്ടുള്ള കളറാണ് കേട്ടോ. ഗ്രീനും ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ചേർന്നതാണ്. അതിൻ്റെ ഫസ്റ്റ് നമ്മൾ നടുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ലീഫുകൾ വരും കേട്ടോ. പക്ഷെ അതല്ല അതിന് ശരിക്കും അതിൻ്റെ സ്ട്രക്ചർ. പിന്നെ ഇത് ഇതുപോലെ വരും, ഒരു ഭാഗം അതിങ്ങനെ ഇതായിട്ട് ഇങ്ങനെ സിലിണ്ട്രിക്കൽ പോലെ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നമുക്ക് നല്ല ഷേപ്പിൽ റൗണ്ട് പോലെ ഇങ്ങനെ കോല് പോലെ നീണ്ട് അവിടെ ഇവിടെയും ഒന്നും വെട്ടൊന്നുമില്ലാതെ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടാം. ഫസ്റ്റ് ഇതുപോലെ ലീഫായിട്ട് വരും, പിന്നെ ഇത് ഇതുപോലെ തണ്ട് ഇതുപോലെ കുറച്ച് നീണ്ടു വരും, പിന്നെ അവസാനം വരുന്നത് ഇതുപോലെ കണ്ട. ഇപ്പം നല്ല ഇതിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ ഇങ്ങനെ നീണ്ട് നല്ല ഹൈറ്റ് വെച്ച് വരും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഹൈറ്റൊക്കെ വെച്ച് നമുക്ക് പല ഷേപ്പിലൊക്കെ ആക്കി നിങ്ങൾ കെട്ടി ഇങ്ങനെ മെടഞ്ഞ് ഇങ്ങനെയൊക്കെ ഇടാം. നല്ല ഭംഗിയിൽ നല്ല രസത്തിൽ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ 2 തണ്ട് ഇതുപോലെ വെറുതെ ഒരു ചട്ടിയിൽ ഇങ്ങനെ കുഴിച്ചിട്ടതാണ് കേട്ടോ, വേറെ പ്ലാന്റിൽ നിന്ന് എടുത്തിട്ട്. അപ്പോൾ ഇത് ഈ 2 തണ്ടാണ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തത്. ഇപ്പം അതിൽ നിന്നാണ് ഈ പ്ലാന്റുകളൊക്കെ പൊട്ടി മുളച്ച് നല്ല ഇതായിട്ട് നിൽക്കുന്നത്. അത് വെച്ച് കൊടുത്തത് ചാണകപ്പൊടിയും മണ്ണും കൂടി ആ ചട്ടിയിലേക്കാണ് കേട്ടോ വെച്ച് കൊടുത്തത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇങ്ങനെ നിന്നാലേ ഇവ ഇനി നല്ല ഹെൽത്തി ആയിട്ട് വലുതാവില്ല. അപ്പോൾ ഈ വലിയ പ്ലാന്റ് ഉണ്ടല്ലോ, മുന്നേ കുഴിച്ചിട്ട മദർ പ്ലാന്റ് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തും കഴിഞ്ഞിട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്ത് നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്തെടുത്തിക്കാം കേട്ടോ. നമുക്ക് നല്ല സൺലൈറ്റിൽ നമുക്ക് വെക്കാം. വെള്ളം നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കുറച്ച് കൂടിയെന്ന് വെച്ചാൽ നമുക്ക് ചീഞ്ഞു പോകാത്ത പ്ലാന്റാണ് സാൻസവേരിയയുടെ. അപ്പോൾ ഞാൻ ഇതുപോലെ ആ വലിയ കമ്പ് മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു പീസുകളാക്കി നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ. പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാത്ത പോട്ടി മിക്സ് എടുക്കുക. കൊക്കോപ്പീറ്റും മണ്ണും ചാണകപ്പൊടിയും ചേർന്ന് എടുക്കുക. ഇതുപോലെ ഞാൻ കമ്പോൾ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി അത് ഷെയ്ഡിൽ വെച്ചിട്ട് നമുക്ക് വെള്ളം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് വേറെ പ്രത്യേകിച്ച് ടെൻഷനും അങ്ങനെ കെയറിങ് ഒന്നും കൊടുക്കാത്ത ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ സാൻസവേരിയയുടെ സിലിണ്ട്രിക്ക. അപ്പോൾ ഇതുപോലെ എവിടെയെങ്കിലും ഒരു കമ്പൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് വെച്ച് നോക്കിയുള്ളൂ കേട്ടോ.